നമസ്കാരം. വാരപ്പെട്ടി മാലിന്യമുക്തമാക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ. മാലിന്യമുക്ത വാരപ്പെട്ടി എന്ന ലക്ഷ്യം സ്വന്തമാക്കാൻ വാരപ്പെട്ടി പഞ്ചായത്ത് ബയോബിൻ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഈ ബയോബിന്റെ വിതരണം ഇവിടെ നടത്തുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മാലിന്യമുക്ത കേരളം എന്ന വലിയ ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ പ്രാദേശിക സർക്കാരുകളും പ്രത്യേകിച്ച് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഒരു മാലിന്യമില്ലാത്ത ഒരു വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന വലിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി നമ്മൾ നടത്തിക്കൊണ്ടുപോവുകയാണ്. ഒരു വലിച്ചെറിയൽ മുക്ത വാരപ്പെട്ടി, ഒരു വൃത്തിയുള്ള വാരപ്പെട്ടി. നമ്മളെ പ്ലാസ്റ്റിക്കുകള് നമ്മളെ പഞ്ചായത്ത് വീടുകളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ബയോബിൻ നമുക്ക് നമ്മുടെ മറ്റ് വേസ്റ്റുകൾ, ബയോ വേസ്റ്റുകൾ നമുക്ക് അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം, അത് വളമായി നമുക്ക് തിരിച്ചുപയോഗിക്കാവുന്ന തരത്തിൽ കിട്ടുന്ന തരത്തിൽ നിരവധി പേര് അത് ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇതിന്റെ മട്ടുപ്ലാവിൽ പോയി നോക്കിയാൽ അറിയാം, ഇവിടെ ഉണ്ടാകുന്ന ഈ ഉദ്യോഗസ്ഥരുണ്ടാകുന്ന ഉച്ചയ്ക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ രാവിലെ കൊണ്ടുവന്ന വേസ്റ്റുകൾ, അവരുടെ ഭക്ഷണ വേസ്റ്റുകൾ ഇവിടെ എടുത്ത് ഒന്നാന്തരം വളമാക്കി ഇവിടെ ഇതിന്റെ മട്ടുപ്ലാവിൽ നമ്മൾ പച്ചക്കറി കൃഷി, ജൈവ പച്ചക്കറി കൃഷി ചെയ്ത് അതിന് വിളവെടുപ്പ് നടത്തി നമ്മൾ എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ ജീവനക്കാരും അത് കൊണ്ടുപോയി ഭക്ഷിക്കുക. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം പദ്ധതിയോടനുബന്ധിച്ച് വാരപ്പെട്ടി പഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് ബയോബിൻ വിതരണം ചെയ്യുന്നതെന്നും പദ്ധതിയുമായി പൊതുജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ബയോബിൻ ഓരോ വീട്ടിലും ആവശ്യമാണ്. ഭക്ഷണ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത ഒഴിവാക്കണം. ഇത് ബയോബിൻ വഴി നല്ല വളമാക്കാം. ആവശ്യത്തിലധികം വളം ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അത് വിപണിയിൽ നല്ല വിലയ്ക്ക് വിൽക്കുന്നതിനും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വിശദമാക്കി. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M.S. ബെന്നി, മെമ്പർമാരായ K.K. ഹുസൈൻ, ഷജി ബസി എന്നിവർ പ്രസംഗിച്ചു. M4 മലയാളം, കോതമംഗലം.